വർഷത്തെ ഭരണപക്ഷത്തെയും അത് സർക്കാരിനെയും പ്രതിപക്ഷത്തെയും സച്ചിദാനന്ദൻ സാർ എങ്ങനെ വിലയിരുത്തും? 10 വർഷത്തെ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. വികസനത്തിൻ്റെ കാര്യത്തിൽ, പരിസ്ഥിതിയുടെ കാര്യത്തിൽ, നമ്മുടെ സാക്ഷരതയുടെ വർധനവ്, മലയാള ഭാഷയ്ക്ക് നൽകപ്പെടുന്ന പുതിയ പ്രാധാന്യം, പല രീതികളിലുള്ള നല്ലത് എന്ന് തീർച്ചയായിട്ടും പറയാവുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓഫീസുകൾ കുറച്ചുകൂടി ഫ്രണ്ട്ലി, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, അത് സേവനങ്ങൾ നൽകാൻ കൂടുതലായിട്ട് തയ്യാറാവുന്നുണ്ട്. നല്ല കാര്യങ്ങൾ ധാരാളമായിട്ട് ഉണ്ടാവുന്നുണ്ട്. അതേസമയം തന്നെ ജനങ്ങളിൽ ഈ പാർട്ടിയെയോ പാർട്ടി നേതൃത്വത്തെയോ വിമർശിക്കാനുള്ള ഭയം വർദ്ധിച്ചു വരുന്നതും എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തുകൊണ്ട്? പാർട്ടിക്കകത്ത് ചിലപ്പോൾ സമ്മേളനങ്ങളിൽ അവർ പറഞ്ഞേക്കാം, പക്ഷേ പാർട്ടിക്ക് പുറത്ത് പറയാനോ പാർട്ടിയോട് നേതൃത്വത്തോട് തന്നെ സംസാരിക്കാനോ ഉള്ള ഭയം വർദ്ധിക്കുന്നുണ്ട്. അതൊരു ജനാധിപത്യ പാർട്ടിക്കും ഭൂഷണമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വിമർശനങ്ങൾ തുറന്ന് പറയാൻ, അല്ലെങ്കിൽ ഒരു സമുദായങ്ങളെ പ്രീണിപ്പിക്കാൻ ഒരു പാർട്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ സമുദായ പ്രീണനം തെറ്റാണ്. ഒരു മതേതര പാർട്ടി അല്ലെങ്കിൽ ജാതികൾക്ക് അതീതമായൊരു പാർട്ടി അത് ചെയ്തുകൂടാ എന്ന് പറയാനുള്ള ആളുകളുടെ എണ്ണം നിശ്ചയമായിട്ടും കുറഞ്ഞു വരുന്നുണ്ട്. അത് വളരെ ഭയപ്പെടുത്തുന്ന ഒരു സൂചനയാണ്. സാമുദായിക പ്രീണനം ഞാൻ വളരെ ബോധപൂർവം തന്നെ പറഞ്ഞാണ്. സമുദായങ്ങളെ, ഭൂരിപക്ഷ സമുദായങ്ങളെ അല്ലെങ്കിൽ ധാരാളം വോട്ടുള്ള സമുദായങ്ങളെ പ്രീണിപ്പിക്കാനുള്ള വഴിവിട്ട ശ്രമങ്ങൾ നടന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. പലപ്പോഴും നാരായണ ഗുരുവിൻ്റെ ആദർശങ്ങൾക്ക് നേരെ വിരുദ്ധമായി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളെയൊക്കെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുക, വോട്ടിന് വേണ്ടി മാത്രം അവരെ ശ്രീനാരായണ ഗുരുവിനേക്കാളും വലിയ ആളുകളാണെന്നുള്ള മട്ടിൽ പറയുക, ഇത് നീചമാണ്. അത് വളരെ ഏറ്റവും ഒരു വലിയ അധപ്പതനത്തിൻ്റെ ലക്ഷണമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുപോലെ ന്യൂനപക്ഷത്തിന് വേണ്ട പോലെ പിന്തുണ നൽകാതിരിക്കുക. ഞാൻ ന്യൂനപക്ഷ വർഗീയതയെക്കുറിച്ചല്ല പറയുന്നത്. വർഗീയത എല്ലാ പക്ഷങ്ങളിലും ഉണ്ട്. വർഗീയമല്ലാത്തൊരു വലിയ ന്യൂനപക്ഷം കേരളത്തിലുണ്ട്. വാസ്തവത്തിൽ കേരളത്തിൻ്റെ ന്യൂനപക്ഷത്തിൻ്റെ ഒരു വലിയ ഭാഗം വർഗീയവാദികളല്ല. അവർ മറ്റ് മതങ്ങളുമൊക്കെയായിട്ട് സൗഹൃദത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. ആ തരത്തിലുള്ള ന്യൂനപക്ഷത്തെ പിന്തുണയ്ക്കുക എന്നുള്ളത് പ്രത്യേകിച്ചും ഈ ഹിന്ദുത്വ നേതൃത്വത്തിൻ്റെ ഒരു കാലത്ത് അവരുടെ അടിസ്ഥാനപരമായൊരു കടമയാണ്. കമ്മ്യൂണിസ്റ്റുകാരുടെ അല്ലെങ്കിൽ സോഷ്യലിസത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ അടിസ്ഥാനപരമായൊരു കടമയാണ്. അതിൽ നിന്നും അവരകന്നു പോകുന്നില്ലേ എന്നുള്ള ബലമായ സംശയം. അധികാര കേന്ദ്രീകരണം വളരെ കൂടുതലായി ഈ ഒരു 10 വർഷം കൊണ്ട് എന്നൊരു അഭിപ്രായം പൊതുവിൽ ഉയരുന്നുണ്ട്. കേന്ദ്രീകരണം ഏക വ്യക്തിയിലേക്ക് അല്ലെങ്കിൽ ഒരു ഫോക്കസിലേക്ക്, അങ്ങനെ ഒരു അഭിപ്രായത്തോട് എത്രത്തോളം നമുക്ക് ഈ അധികാര കേന്ദ്രീകരണം എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിനെപ്പറ്റി എനിക്ക് വളരെ വ്യക്തമായ ഒരു ധാരണയില്ല. ഒന്ന്, അതിന് ആളുകൾ സ്വയം തന്നെ കീഴ്പ്പെടുന്നതാകാം, അല്ലെങ്കിൽ മന്ത്രിമാരോ അല്ലെങ്കിൽ MLA-മാരോ അതേ കക്ഷിയിലെ മറ്റ് നേതാക്കളോ ഒക്കെ തന്നെ അത്തരത്തിലുള്ള ഒരാൾക്കോ അല്ലെങ്കിൽ ഒരു ചെറിയ വിഭാഗത്തിനോ കീഴ്പ്പെടുന്നത് കൊണ്ടാകാം. അല്ലെങ്കിൽ ആ വിഭാഗം ഈ വലിയൊരു വിഭാഗത്തിൻ്റെ മേലെ ഒരു ചെറിയ വിഭാഗം അടിച്ചേൽപ്പിക്കുന്നത് ആകാം. എന്തായാലും പൊതുവായുള്ള ഒരു പ്രതീതി എനിക്കതിനെക്കുറിച്ച് പറയാൻ കഴിയില്ല. ഞാൻ ഏതാണ്ട് 4 വർഷമേ ആയിട്ടുള്ളൂ കേരളത്തിൽ വന്നിട്ട്. 30 വർഷം ഡൽഹിയിലായിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ പ്രകടമായ ഒരു കാര്യം ഈ തരത്തിലുള്ള ഒരു നേതൃത്വ സങ്കോചം എന്ന് പറയാവുന്ന എന്തോ ഒന്ന് നടക്കുന്നുണ്ട് എന്നതാണ്. അത് നമുക്ക് പരസ്യങ്ങളിൽ നിന്നും അഭിപ്രായ പ്രകടനങ്ങളിൽ നിന്നും ഒക്കെ വ്യക്തമാകുന്നൊരു കാര്യം.